എൻ്റെ പേര് മെറിനെന്നാണ്. പത്തനംതിട്ട വെണ്ണിക്കുളം എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ചേച്ചിയും കുഞ്ഞുമാണ്. ഞാനൊരു BSc നേഴ്സാണ്. വിദേശത്ത് ജോലി നോക്കുന്നതിൻ്റെ ഭാഗമായി ജർമ്മൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ A1 A2 കഴിഞ്ഞു. B1 ഇൻ്റർനാഷണൽ എക്സാമിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 മാസത്തിന് അന്ന് തന്നെ ഞാൻ ഡേറ്റ് എടുത്ത് അന്ന് തന്നെ എൻ്റെ ചേച്ചി നേഴ്സാണ്, സൗദിയിൽ നിന്ന് വന്നു. പ്രസവത്തിനായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും പഠിക്കാൻ പോവാണ്, അപ്പം എന്താ ചെയ്യണ്ടേ? എനിക്ക് പഠിത്തവും ചേച്ചിയുടെ കാര്യം കൂടെ ഒന്നിച്ച് നോക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ അവിടെ ഹോസ്റ്റലിൽ തന്നെ അല്ലേ, നീ പഠിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയി. പക്ഷെ ഞാൻ എന്നാണോ ക്ലാസ്സിന് അവിടെ ജോയിൻ ചെയ്ത് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ 3-ാം തീയതി ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു, എൻ്റെ ചേച്ചി 5-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. പക്ഷേ 10-12 ദിവസമായിട്ടും എൻ്റെ ചേച്ചിക്ക് പ്രസവ വേദനയോ ഒന്നും വരുന്നില്ല. അവിടെ അഡ്മിറ്റായി, ഇവിടെ ശേഷം അഡ്മിറ്റായ ആൾക്കാർ വരെ ഡെലിവറി ആയി പോവുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടി എന്നെക്കാളും താമസിച്ച് വന്ന ആൾക്കാർ എത്ര സന്തോഷത്തോടെ അവർ ഡെലിവറി കഴിഞ്ഞ് പോകണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സമയമായില്ല, അവർ പ്രസവത്തിന് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യണേ. എൻ്റെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ചേച്ചിക്ക് മാത്രം എന്താ പ്രസവം നടക്കാത്തതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസവത്തിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രസവം നടക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ 10-15 ദിവസമായിട്ടും പ്രസവവേദന ഒന്നും വരാത്തതുകൊണ്ട് ഡോക്ടർമാർ ഫോളീസ് ഇൻഡക്ഷൻ പ്ലാൻ ചെയ്തു. അന്ന് രാത്രിയിലുണ്ട്, തലേദിവസം രാത്രി എൻ്റെ ചേച്ചിക്ക് പ്രസവവേദന വരികയും ലേബർ റൂമിലാക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായിട്ടും 10-12 മണിക്കൂറായിട്ടും പ്രസവവേദന വന്നു. ആദ്യം ഒന്ന് വന്നു, വെള്ളം പൊട്ടിപ്പോയി. എന്നിട്ടും 10-12 മണിക്കൂറായിട്ടും സാധാരണ പ്രസവം നടക്കാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമ്മതമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടി നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചെറിയ വേദനയുണ്ട്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രസവം നടക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രസവം നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആരുമില്ല അവിടെ, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛൻ അങ്ങോട്ട് വയ്യാത്തതുകൊണ്ട് അച്ഛൻ നേരത്തെ അങ്ങ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് അച്ഛനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു, പ്രസവം വേണ്ട, ഓപ്പറേഷന് വേണ്ടി തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ഓപ്പറേഷൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. കുഞ്ഞിനെ ഞങ്ങൾക്ക് 6:30 ആയപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. കുഞ്ഞിനെ എടുത്തപ്പോൾ ഉണ്ട്, കുഞ്ഞിന് വെയിറ്റ് അധികമാണ്, 3700 ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്കാനിങ് 3500 ഉണ്ടായിരുന്നുള്ളവൻ. ഡെലിവറിക്ക് ശേഷം 3750 കുഞ്ഞിന് വെയിറ്റ്. ഒരു കണക്കിന് ദൈവാഹിതമാണ് പ്രസവം എൻ്റെ ചേച്ചിക്ക് നടക്കാഞ്ഞത്. കാരണം പ്രസവം നടന്നിരുന്നെങ്കിൽ കുഞ്ഞിന് ഷോൾഡർ ഡിസ്ലൊക്കേഷനും ചേച്ചിക്ക് ടിയർ അടിക്കുകയും ചെയ്ത് 2 പേർക്കും ബുദ്ധിമുട്ടായി മാറിയനെ. ദൈവാഹിതം കൊണ്ട് മാത്രമാണ് അത് പ്രസവം നടക്കാതെ ഓപ്പറേഷനായി മാറിയതിന് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, എൻ്റെ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്, എനിക്ക് അവിടെ പോകാനും പറ്റണില്ല, പഠിക്കാനും പറ്റണില്ല, അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, ചേച്ചീൻ്റെ ഒപ്പം തന്നെയാണ്. അങ്ങനെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട്, കുഞ്ഞിന് മൂക്കിനൂടെ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുകയാണ്. സിസ്റ്ററെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കുഞ്ഞിനിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, പാല് കുടിച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അന്ന് രാത്രി കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, ഞങ്ങളും ഉറങ്ങിയിട്ടില്ല, 2 ദിവസത്തെ ഉറക്കളപ്പുണ്ട്. എന്നിട്ട് പോലും ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ പീഡിയാട്രീഷ്യൻ വന്നു, കുഞ്ഞിനെ കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തു. കുഞ്ഞിനെ കൊണ്ട് എക്സ്റേ എടുത്തപ്പം അവൻ്റെ 2 ലങ്സും ന്യൂമോണിയ ആയിട്ട് ബാധിച്ചേക്കാണ്. പെട്ടെന്ന് കുഞ്ഞിനെ ICU കയറ്റണം, ഇപ്പം തന്നെ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ICUലാക്കി, ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞ് കരയുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 72, 71 ആ ഒരു റേഞ്ചിലാണ് കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ അളവ് വരുന്നത്. എന്നിട്ട് അവർ ഞങ്ങളടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, എത്ര നേരം വരെ നോക്കാനും ഞങ്ങളും തയ്യാറായിരുന്നു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ കുഞ്ഞിന് സീരിയസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആണുങ്ങളെ നിർത്താത്തതുകൊണ്ട് അച്ഛനെപ്പോഴും അവിടെ നിന്ന് പോയി, ഞാനും അമ്മയും മാത്രമായി, ചേച്ചിയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട്, ഇവരെന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും വിളിച്ചിട്ട് പറയാ, കുഞ്ഞിന് ഇതുവരെ ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ ISIലോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇത്രയും നേരം നിങ്ങൾ പറയാതിരുന്നിട്ട് ഇപ്പം പറഞ്ഞു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്ക്,
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ തീരുമാനം എടുക്കാൻ പോലും എനിക്ക് പറ്റണില്ല, എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടണമല്ലോ, എന്താ ചെയ്യണ്ടേ? എൻ്റെ ക്ലാസ് പോണ്, എക്സാമിൻ്റെ ഡേറ്റ് എടുത്തേക്കാണ്, 2 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ എന്താണ് ഇതിങ്ങനെ നീണ്ട് പോണേന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തു, പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴും ചേച്ചി ഈ ഹോസ്പിറ്റലും ഞാനും അമ്മയും വേണം കുഞ്ഞിനെ കൊണ്ട് പോകാൻ വേണ്ടി. പെട്ടെന്ന് ആൻറ്റീനെ വിളിച്ചു വരുത്തി ചേച്ചിയുടെ അടുത്ത് ആളെയാക്കി. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് ആംബുലൻസിൽ ഓക്സിജൻ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ എത്തി ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സിസ്റ്റർമാരകത്തോട്ട് കൊണ്ടുപോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബൈസ്റ്റാൻഡർ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവനെ വെന്റിലേറ്റർ ആക്കിയതാണ് കാണുന്നത്, ബൈപ്പാപ്പിൽ. ഇത്രയും ഒരു ദിവസമായ കുഞ്ഞിനെ ബൈപ്പാപ്പ് വെച്ചുകൊണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്കറിയാം വെന്റിലേറ്ററിൻ്റെ മാസ്ക് വെച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അങ്ങനെ ഈ കുഞ്ഞ് ബൈപ്പാപ്പിലാണ് അവിടെ കിടക്കുന്നത് കാണുന്ന എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്തൊരു പരീക്ഷണമാണ് എൻ്റെ ദൈവമേ, ഒന്ന് കഴിയുമ്പോൾ അടുത്തതുപോലെ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ദൈവം, എനിക്ക് അവിടെ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അതാണ് വലിയ കാര്യമെന്ന് പറയണത്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. എല്ലാവരും ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും വളരെ സപ്പോർട്ടായിരുന്നു. ആരും ഒന്ന് ചീത്ത പറയാവോ, നല്ല കെയറാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ദൈവത്തിനെ പോലെ ആശ്വാസകനായി എനിക്ക് അമ്മേനെ പോലെ IC കയറ്റാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കുഞ്ഞങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും, അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അധികമായിരിക്കും. അതേപോലെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലിരുന്ന ഒരു ദിവസം ഉറക്കളച്ച് ഫുൾ ടൈം ഇവനിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് കുഞ്ഞ് വെന്റിലേറ്ററിനകത്ത്. പിറ്റേ ദിവസം രാവിലെ ഇപ്പം എനിക്ക് പേടിയായി, ഇവൻ അനങ്ങുന്നില്ല. ഒരു ദിവസമായ കുഞ്ഞാണ്, എന്താ അനങ്ങാത്ത, ഇവൻ എന്ത് പറ്റി, ഇവനെന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ? കുഞ്ഞ് അനങ്ങുന്നില്ല, വെന്റിലേറ്ററിൽ അങ്ങനെ കിടക്കുകയാണ്. ഞാനിട്ട് സിസ്റ്റർ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ കുഞ്ഞിന്, ഇവൻ എന്തിങ്ങനെ അനങ്ങാതെ കിടക്കണം? അപ്പോൾ ആ സിസ്റ്റർ അടുത്ത് പറയാ, കുഞ്ഞ് അനങ്ങാതെ കിടന്നാണ് നല്ലത്, കാരണം അനങ്ങിയിരുന്നെങ്കിൽ അവനെ വീണ്ടും അടുത്ത വലിയ മാസ്കിലേക്ക് മാറ്റേണ്ട വന്നേനെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട വന്നേനെ. അവിടെയും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ അന്ന് അവൻ അടങ്ങി കിടന്നുകൊണ്ട് അവന് ഓക്സിജനൊക്കെ ശരിയായി വന്നു. പിറ്റേ ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഇവർ കൾച്ചറിൻ്റെ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളും വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വലിയ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞിന് എന്താ കുഴപ്പം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ പ്രസവം ഇങ്ങനെ താമസിച്ചുകൊണ്ടാണോ? അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക, കുഞ്ഞിന് വളരെയധികം സീരിയസ് ആണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് അങ്ങനെ ചെയ്യാം, 24 മണിക്കൂർ കഴിയാതെ റിസൾട്ട് ആവാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വര ഇവിടെ നിന്ന് തന്നെ എല്ലാം മാറണം, എന്തായാലും ഇത്ര റിസ്ക് എടുത്ത് ഇതിൽ നീ എനിക്ക് വഴി എനിക്ക് കാണിച്ചു തന്നെ, സഹായത്തിന് ഞങ്ങൾക്ക് കാര്യമില്ല, എൻ്റെ യേശുവേ നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആയി. ഒരാഴ്ച ആകുന്നതിന് മുന്നേ ഡോക്ടർ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രിലിമിനറി റിപ്പോർട്ട് എടുത്താം, കൾച്ചറിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയും, എന്തായാലും പ്രിലിമിനറി റിപ്പോർട്ട് 5 ദിവസത്തിനുള്ളിൽ വരും, ആ റിപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാം, അത് വാങ്ങിച്ചാൽ അറിയാം കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൽ കൾച്ചറിന് ഇവൻ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എന്താണ് ഇങ്ങനെ വരുന്നത്? പക്ഷെ അങ്ങനെ ഇവനെ വെന്റിലേറ്ററിന് പിന്നെ ബൈപ്പാപ്പിലേക്ക് മാറ്റി, നേസൽ ഹുഡിലേക്ക് മാറ്റി, O2 മാസ്കിലേക്ക് മാറ്റി, പിന്നെ നേസൽ പ്രോക്സിൽ, അങ്ങനെ ഓരോ ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് വന്നു. പക്ഷേ ഡെയിലി ഡോക്ടേഴ്സ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഇത് ഓക്സിജൻ മാറ്റിയെന്നല്ല, ഓക്സിജൻ്റെ നേസൽ പ്രോക്സ് വെച്ച് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇനി ഇവന് കുഞ്ഞ് പാല് കുടിക്കാത്തതുകൊണ്ടാണോ, ഇനി എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ അമ്മേനെ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലോട്ടാക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കൊടുത്ത് നോക്കാം, പാല് കൊടുക്കുമ്പോൾ അറിയാം എന്താ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ ചേച്ചീനെ ഒരു ഹോസ്പിറ്റലിലോട്ടാക്കി. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവന് ബുദ്ധിമുട്ടൊന്നും മാറുന്നില്ലല്ലോ, ഓക്സിജൻ വെച്ചിട്ടും ഇവൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ മാറാത്തതുകൊണ്ട് നമുക്ക് എക്കോ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി എക്കോ എടുത്തപ്പോൾ കുഞ്ഞിന് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷനും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി പ്ലസ് ന്യൂമോണിയ, ഈ 3 ബുദ്ധിമുട്ടാണ് കുഞ്ഞിനുള്ളത്. ഒരു സൈഡിലെ ഹൃദയം പ്രവർത്തിക്കണില്ല, അവിടുത്തെ ഹൃദയം ചുരുങ്ങി അവിടെ വീർക്കയൊക്കെ വരികയാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ ഓക്സിജൻ നിൽക്കാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്, അമ്മയും കുഞ്ഞും ഒന്നിച്ചായി, ഇനി എനിക്ക് എക്സാമിനാകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ, എനിക്ക് പഠിക്കാനും പറ്റണില്ല. അങ്ങനെ തിരിച്ച് ഞാൻ എല്ലാവരും എന്നെ വിളിച്ച്, ഒരാഴ്ചയും കൂടെയുള്ള എക്സാമിന് നീ തിരിച്ചു വാ, നീ എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല നീ പോയി എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഹോസ്റ്റലിലേക്ക് വരികയാണ്. ഹോസ്റ്റലിൽ വന്നപ്പോൾ എല്ലാവരും പഠിക്കുകയാണ്, എനിക്ക് മാത്രം പഠിക്കാൻ പറ്റണില്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പുസ്തകത്തിനകത്ത് ഒരുപാട്
ഒരുപാട് പഠിക്കാനുണ്ട്. B1 പഠിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം അത്രയും പഠിക്കാനുണ്ട്, അത്രയും പഠിക്കാനുണ്ട്. പക്ഷെ എനിക്ക് പഠിക്കണമെന്നൊന്നും തോന്നില്ല, കുഞ്ഞിൻ്റെ കാര്യം മാത്രം മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ വന്ന ആർക്കും തമ്മിൽ അറിയത്തില്ല, പലയിടത്തു നിന്ന് വന്ന ആൾക്കാരാണ്. വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സോണിയ എന്നാണ് ആ ചേച്ചീൻ്റെ പേര്. ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ വണ്ടാനത്തും കടപ്പുറ ഹോസ്പിറ്റലിൽ ഞാൻ പോസ്റ്റിങ്ങിന് നിന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഒരുപാട് ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസനത്തിൽ വന്നാൽ നിൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും, നീ ഒന്ന് വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചേച്ചി എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ എടുക്കണ്ടേന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഓൺലൈൻ വഴി നിനക്ക് ഉടമ്പടി എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ പ്രാർത്ഥന പുസ്തകം തരാം, നീ പ്രാർത്ഥിക്കണം, കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുവരെ ഞാൻ കണ്ടിന്യൂസ് എന്നും പള്ളിയിൽ പോരുന്ന ആളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് ഈ പ്രാർത്ഥന പുസ്തകം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് വിചാരിച്ച്, ദൈവമേ നീയായിട്ട് വീണ്ടും എനിക്ക് നിന്നിലോട്ട് അടുക്കാനുള്ളൊരു മാർഗം തരുവാണല്ലോ, ഇതിനൊരു പരിഹാരമാണല്ലോ നീ എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു. അന്ന് ബൈബിൾ എടുത്ത് നന്നായിട്ട് വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും പ്രതിസന്ധി. അപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് ആൾക്കാർ പറഞ്ഞു, എടി നീ എക്സാം നിനക്ക് പിന്നാണെങ്കിലും എഴുതാം, നിനക്കിപ്പോൾ നിൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ ആവശ്യത്തിൽ നീ കൂടെ നിൽക്കുക, ദൈവം ഒരു പക്ഷേ നിന്നെ അതിനായിട്ടായിരിക്കും ഇവിടെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം എക്സാമിനേക്കാളും വലുതാണ് ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം. അപ്പോൾ എനിക്ക് അതിനായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ, എന്നെ അത്രയും വലിയ പ്രതിസന്ധിയിൽ ദൈവം എന്നെ നിർത്തിയല്ലോ എന്ന് എനിക്ക് വിചാരിച്ച്. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ ആ തൈലം പ്രാർത്ഥന പുസ്തകമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. അന്ന് ഇവന് സ്കാനിങ് ആണ്. സ്കാനിങ് രണ്ടാമത്തെ എക്കോ എടുക്കുന്ന ദിവസമാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട്. ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എക്കോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ കൊണ്ടുപോയി എക്കോ എടുത്തപ്പോഴത്തേക്കിന് ഡോക്ടർമാർക്ക് ആകെ അതിശയമാണ്, ഇത് അന്നത്തെ കുഞ്ഞു തന്നെയാണോ? രണ്ടാമത്തെ സ്കാനിങ്ങിൽ ഇവന് ഒരു കുഴപ്പമില്ല, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫങ്ഷൻ ഡിസ്ഫങ്ഷനും ഹൈപ്പർട്രോഫി ഒന്നുമില്ല. അവർ 2-3 വട്ടമാണ് അവർ എക്കോ എടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി നോക്കിയത്. 2-3 വട്ടം നോക്കിയപ്പോഴും കുഞ്ഞിനില്ല. ഞാൻ മാതാവേ, സഞ്ചാരി മാതാവേ, നീ എൻ്റെ ഒപ്പം വന്നല്ലോ മാതാവേ എന്ന് വിളിച്ച്, എനിക്ക് നിന്നെ വിശ്വാസമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ദൈവമാതാവ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം എൻ്റെ ഒപ്പം വന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഹോസ്റ്റൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നല്ല വിശ്വാസമായി, നിനക്ക് ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 3 മണി ആയപ്പോഴത്തേക്കിന് ഇവിടോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എനിക്ക് ആ ചേച്ചീനെ ചേട്ടനെ വലിയ പരിചയം കൂടിയില്ല, പക്ഷെ അവർക്ക് ഈ കൃപാസനത്തിൽ വന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ അറിയുകയും ഇവിടെ അന്ന് വരികയും ചെയ്തു. പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഇതുവരെ അച്ഛനെ കാണാൻ ആർക്കും അവസരം കിട്ടി. ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ആദ്യമായിട്ട് നീ ഉടമ്പടി എടുത്തു, നിനക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 2 ആവശ്യം കൂടെ, നിൻ്റെ എക്സാമിൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമായിട്ട് ഞാൻ നിന്നു. പക്ഷെ എനിക്ക് എക്സാമിനേക്കാൾ കൂടുതൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അവിടെ ഞാൻ ഇവിടെ വന്ന് പള്ളിയിലിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് 2 ആവശ്യവും ഞാൻ കാണിച്ചു കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് വന്ന് എന്ന് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് കുരിശ് തന്നു, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവിൻ്റെ രൂപം തന്നു, അതും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി, എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് വരണമെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞ്. ഞാൻ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഉണ്ട് അമ്മ എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ഇതിൽ നിന്ന് മാറ്റി, ഇനി അവന് ഓക്സിജനാണ് മാറ്റാൻ പറ്റാത്തത്, അതിവിടെ ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഈ കൃപാസനം വിടുന്നതിന് മുന്നേ വിളിച്ചപ്പോഴത്തേക്കിനുണ്ട് അച്ഛനെ ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കുഞ്ഞ് ഓക്സിജനിൽ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ആണ് ഇത്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ അതാണ് ഇവിടെ ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുക, 3:30 ആയപ്പോൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ മാറ്റിയെന്ന്. ആ 3:30 സമയത്താണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങിയ സമയമാണ്. ആ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി. അന്ന് തൊട്ട് ഇന്ന് വരെ കുഞ്ഞിന് ഓക്സിജനും വെച്ചിട്ടില്ല, സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല. ദൈവമാതാവും ഈശോയും ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്നതിനായി ഒരുപാട് നന്ദി പറയുന്നു.
ഞാൻ 7 ആഴ്ച പള്ളി പോകാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. നാളെ ആകുമ്പോഴത്തേക്കിന് 7ാമത്തെ ആഴ്ചയാണ്. അവിടെ പാവങ്ങൾ ഒരുപാട് പേരുണ്ട്. എൻ്റെ കയ്യിൽ എത്ര പൈസ, ഞാനിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, എൻ്റെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതെല്ലാവർക്കും ഞാൻ വിധിച്ച്, ചായക്കാണെങ്കിൽ ചായക്കുള്ള പൈസ അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനത്തിനായിട്ട്. പിന്നെ അന്ന് തന്നെ ഇവിടുന്ന് പത്രങ്ങൾ കിട്ടി. ഞാൻ പറയട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ ചേച്ചിയായിട്ട് അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പത്രം ഒരു പ്രാവശ്യം പോലും ഞാൻ തുറന്നു നോക്കുമോ അത് വായിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്കും ഞാൻ കൊടുത്തു, നീയും വായിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ 2 ആളും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൻ്റെ പത്രത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന്. ഞാനിവിടെ വന്നു, ആ ചേച്ചിക്കും കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾ വാങ്ങി. ആ പത്രം ഞങ്ങൾ നേരെ ഇവിടുന്ന് അന്ന് ശനിയാഴ്ച ഞങ്ങൾ വന്ന് അന്ന് തന്നെ നേരെ ചേച്ചിയും കുഞ്ഞും കിടക്കുന്ന ആശുപത്രി പോയി. അവിടെ എത്ര രോഗികളുണ്ടോ അത്രയും പേരെടുത്ത് കൃപാസനത്തിലെ കാര്യം പറയുകയും ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ കാര്യവും നിങ്ങൾ ഇതേപോലെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പത്രം എല്ലാവർക്കും കൊടുത്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട്, അതെനിക്ക് അറിയുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൃപാസനത്തിലൂടെ മാതാവ് എൻ്റെ കുഞ്ഞിനും നല്ല സൗഖ്യത്തിന് മാതാവിനും എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്നു മാതാവിന്. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. മെറിൻ മേരി ജോൺസൺ എന്ന ഈ മകൾ തൻ്റെ സഹോദരിയുടെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതും മരണത്തിൻ്റെ വക്കിൽ നിന്നും ഈ കുഞ്ഞിനെ അത്ഭുതകരമായി സഞ്ചാരി മാതാവ് ഉടനടി പരിഹാരം കൊടുക്കുന്ന അമ്മ ആരോഗ്യം നൽകി കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സഹോദരി വളരെ വിശദമായി കുഞ്ഞിനെ ഡെലിവറിക്ക് വേണ്ടി ആശുപത്രിയിൽ ചെന്ന സമയം മുതൽ കടന്നുപോയ മുഴുവൻ ക്ലേശാവസ്ഥകളെയും നമ്മോട് പങ്കുവച്ചു. കുഞ്ഞ് പിറന്നതിന് ശേഷമുള്ള ആദ്യം പീഡിയാട്രീഷ്യൻ വന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥ മുതൽ പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് വെന്റിലേറ്ററിലേക്ക് പോയി ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നിലച്ച് മറ്റരകൾ വളരെ ചുരുങ്ങി ഒരു തരത്തിലും കുഞ്ഞിന് ജീവൻ തിരികെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒന്നും പറയുവാൻ ആരോടും പറയുവാൻ പറ്റാത്ത അവസ്ഥയിൽ സഹോദരി ഒറ്റയ്ക്ക് നേരിട്ട വലിയ മനക്ലേശത്തിൻ്റെ സങ്കടത്തിൻ്റെ നിസ്സഹായതയുടെ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചു. മകൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നു. അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് ഇപ്പോൾ നീ പരീക്ഷ എഴുതലും പഠിക്കലുമല്ല, മറിച്ച് നീ ഇവിടെ പഠിക്കുവാൻ ചേർന്നതുപോലും നിൻ്റെ കുടുംബത്തിൽ സഹോദരിക്കുണ്ടാവുന്ന വലിയ അത്യാപത്തിൽ നിനക്കൊരു സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുവാൻ വേണ്ടി നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് മറ്റൊരു കൂട്ടുകാരി പറയുകയും അങ്ങനെ വന്ന് ഉടമ്പടിയെടുത്ത് പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന വലിയ സൗഖ്യത്തെയാണ് മകളിവിടെ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഓരോ വാചകവും കണ്ണുനീരോടുകൂടെയാണ് നാം കേട്ടത്. നമ്മൾ വല്ലാതെ ഹൃദയം പിടയ്ക്കുന്നുണ്ട് അവൾ പറയുമ്പോൾ. കാരണം നമ്മുടെ കൺമുമ്പിൽ എങ്ങനെ ഒരു മരണം വന്നെത്തി നിൽക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അച്ഛൻ ആ കുഞ്ഞിൻ്റെ ചിത്രത്തിൽ സൈത്ത് പൂശി കുരിശടയാളം വരച്ച് ഇത്രനാളുമുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാനുഭവ ബലത്തിൽ അമ്മ മാതാവിനെ നേരിട്ട് കണ്ട പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയിൽ ആയിരക്കണക്കിന് ആരാധനകൾ ഈ അൾത്താരയിൽ അച്ഛൻ നിർവഹിച്ചതിൻ്റെ ആ കൃപാസമ്പത്തിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഓക്സിജൻ ട്യൂബ് മാറ്റുന്നു, കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്നു, ആരോഗ്യത്തിലേക്ക് മാറുന്നു. പിന്നീട് ഇന്ന് വരെ ആ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കാതെ ഈ കരങ്ങളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിത പ്രശ്നം എത്ര വലുതാവട്ടെ, എല്ലാവരും നമ്മോട് എതിര് മാത്രം പറയട്ടെ, എല്ലാം അവസാനിച്ചുവെന്ന് നമ്മോട് പറയട്ടെ, നിനക്ക് പൂർണ്ണമായി ചങ്ക് കൊടുത്ത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയോട് കണ്ണീരോടുകൂടി എൻ്റെ കുടുംബത്തിൽ വന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഉറപ്പുണ്ടെങ്കിൽ സൗഖ്യം കൂടെ വരും. കാരണം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി,
അവരാരും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിച്ചില്ല. സങ്കീർത്തനം 34:5 നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുഴുവനും, തറപറ്റിക്കിടക്കുമ്പോൾ മുഴുവനും, മരണം വീടിനകത്തിങ്ങനെ തളം കെട്ടു നിൽക്കുന്ന നിമിഷം മുഴുവനും നോക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രമാണ്. അവനെ നോക്കുമ്പോൾ പുതിയ പ്രകാശം, പുതിയ ആരോഗ്യം, പുതിയ ഊർജം, പുതിയ സന്തോഷം നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും തിരികെ വരുന്നത് അനുഭവിക്കുവാനാവും. അത് ഈ അമ്മ മാതാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമായി, അനുഭവമായി വേഗത്തിൽ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം കടന്നു പോകുന്ന അവസ്ഥകളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാം. അമ്മ മാതാവ് ഏതപകടത്തിൽ നിന്നും നമ്മൾ നിസ്സാരമായി കരം പിടിച്ച് ശാന്തതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഈ കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തിന്, ഈ കുടുംബത്തിന് ലഭിച്ച സമാശ്വാസത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.